ഹായ് ഗൈസ്, എക്സലിൽ ഒഴിവാക്കാനാവാത്ത ബേസിക്കായി അറിയേണ്ട ചില ഫോർമുലകൾ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. അതിൻ്റെ ആവശ്യകത എന്താണ്, എവിടെയൊക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം, അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് സെയിൽ ചെയ്യുന്ന ചില പാർട്സുകളും, കീബോർഡ്, മൗസ്, അങ്ങനെ പല പാർട്സുകളും അവ എത്ര ഐറ്റം വിറ്റു എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്പ്രെഡ്ഷീറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ പല പാർട്സുകളുമായി വിറ്റിട്ടുണ്ടെങ്കിലും അതിൽ മൊത്തം എത്ര ഐറ്റം, DVD പ്ലെയർ, റാം, ഹാർഡ് ഡിസ്ക്, ക്യാബിനറ്റ്, CPU, ലാപ്ടോപ്പ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും കൂടിയിട്ട് എത്ര സോൾഡ് ഔട്ട് ചെയ്തു എന്ന് നോക്കാനുള്ള യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് സം എന്നത്. ഈ സം എന്ന ഫോർമുല മൊത്തം എത്ര സ്പെയർ പാർട്സ് നമ്മൾ സെയിൽ ചെയ്തു എന്നറിയാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഈക്വൽ SUM സം, എന്നിട്ട് എവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ സെലക്ട് ചെയ്യുന്ന ആ കോളം അത് ഡ്രാഗ് ചെയ്ത് ഏതുവരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതുവരെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് മൊത്തം എത്ര പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തു, ഓരോ ഐറ്റത്തിൽ നിന്നും നമ്മൾ എത്ര വീതം മൊത്തം എത്ര സെയിൽ ഔട്ടായി എന്ന് നമുക്ക് കണക്കാക്കാൻ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് മാക്സിമം, മാക്സ്. ഈ മാക്സ് എന്ന ഫോർമുല ഉപയോഗിക്കുന്നത് പല പ്രൊഡക്റ്റുകളും പല അളവുകളിലാണ്, പല നമ്പേഴ്സാണ് വിറ്റിട്ടുള്ളത്. അതിൽ മാക്സിമം ഏത് പ്രൊഡക്റ്റാണ് വിറ്റ് പോയിട്ടുള്ളത്, ഏത് കൗണ്ടാണ് പോയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മാക്സ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഈക്വൽ MAX ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 1500 പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് കീബോർഡാണ്, അത് 1500 പ്രൊഡക്റ്റ് സെയിൽ ഔട്ട് ചെയ്തത്. ഇനി മിനിമം ഏത് പ്രൊഡക്റ്റാണ് സെയിൽ ഔട്ട് ചെയ്തതെന്ന് അറിയാനാണ് നമ്മൾ ഈക്വൽ MIN സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ സെലക്റ്റീവ് ആയിട്ടുള്ള റേഞ്ച് ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 100 എണ്ണം, 100 മിനിമം. അതേതായിരിക്കും പ്രൊഡക്റ്റ്? ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ 100 എണ്ണം ക്ലോസ് ചെയ്തത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ റോമൻ ലെറ്റർ, നമ്മൾ ഈ സീരിയൽ നമ്പറുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു റോമൻ ലെറ്ററുകൾ വരണം എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ അതിന് ചെയ്യുന്നുള്ളത് ഈക്വൽ റോമൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളംസ്, നമ്മുടെ മെയിൻ കോളം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഡ്രാഗ് ചെയ്തിട്ടാൽ നമുക്ക് റോമൻ ലെറ്റർ മൊത്തം നമ്മുടെ മുന്നിലേക്ക് എത്തി. അപ്പോൾ സീരിയൽ നമ്പറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റോമൻ ലെറ്ററുകൾ നമുക്ക് കിട്ടി. അടുത്തതാണ് നമ്മൾ ടുഡേ എന്നൊരു ഫോർമുല. ഈ ടുഡേ എന്ന ഫോർമുല എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസം, കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റ് ആണ് അത് ശരിക്കും വരിക. ഇന്നത്തെ ഒരു ദിവസം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് നമ്മൾ ഈക്വൽ TODAY ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ തന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇന്ന് 27/12/2024 ആ ഡേറ്റ് നമുക്ക് കാണാം വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഫോർമുലയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് നൗ. അതായത് ഈക്വൽ നൗ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ടൈമും അടക്കം ഇതിൽ ഇൻക്ലൂഡാണ്, ഡേറ്റ് പ്ലസ് ടൈം. അടുത്ത ഫോർമുല എന്നുള്ളത് ട്രിം. ഈ ഒരു ഫോർമുല ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ടൈമിങ് വരണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു സ്പ്രെഡ്ഷീറ്റിൽ എഴുതിയിട്ടുള്ള മാറ്റർ അവിടേക്ക് തന്നെ, മുകളിലുള്ള മാറ്റർ താഴേക്ക് തന്നെ കൊണ്ടുവരാൻ ഉള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണ്. നമുക്കൊരു സാമ്പിൾ നോക്കാം. ഈക്വൽ
TRIM ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ടെക് ലിമിറ്റഡ് ഞാൻ അത് സെലക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ആ ടെക് ലിമിറ്റഡ് ഇതിലേക്ക് കടന്നു വന്നിരിക്കണം. ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു. ഞാൻ അടുത്ത കോളത്തിൽ സെലക്ട് ചെയ്യാം, അതിനുള്ള സ്പേസ് ഇല്ലാത്ത കാരണമാണ്. അതായത് ട്രിം സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മളുടെ ഏതാണ് ഏരിയ അത് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ട്രിം ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ. അത് നമുക്ക് താഴേക്ക് തന്നെ വന്നു. ആ കോളുള്ളത് എത്ര കണ്ടന്റ് ഉണ്ടെങ്കിലും നമുക്കത് താഴേക്ക് കൊണ്ട് വരാനുള്ള ഈസി മെത്തേഡാണ് ഇത്.